ഹായ് കൂട്ടുകാരെ, ഞാൻ ഇതേപോലെ ഒരു മാസ്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രണ്ട് സൈഡിലും രണ്ട് കളറിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാതെ. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഇതുണ്ട്, ഇതേപോലത്തെ 2 പീസ് എടുക്കുക. 2 കളറായിട്ടോ അല്ല ഒറ്റ കളറാണെങ്കിലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതേപോലെ 2 പീസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമുക്ക് ഒരു 6 ഇഞ്ച് വീതിയും അതേപോലെ 10 ഇഞ്ച് നീളത്തിലും എടുക്കുക. അതിനുശേഷം നമുക്കതിനെ 4ആയിട്ടൊന്ന് മടക്കാം. ഇതേപോലെ മടക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കതിൻ്റെ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തുക. ഇതുണ്ട്, ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക കോണിൽ നിന്നാണ്. അതേപോലെ ഈ ഒരു ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിനൊരു സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ച് വഴി നമുക്കിങ്ങനെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഈ ഭാഗത്തുനിന്നും ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇതേപോലെ നമ്മളൊന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഒരു 4 ഇഞ്ച്, ഒരു പ്രഷർ ഫൂട്ടിൻ്റെ ഒരു പകുതിയില്ലേ, ആ പകുതിയുടെ വീതിയിൽ നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വൈറ്റും ഒന്നിച്ച് വയ്ക്കുക, ബ്ലൂവും ഒന്നിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഇതുണ്ട്, ഇതിനെയൊന്ന് നിവർത്തി വെച്ചിട്ട് നമുക്ക് ആ വശങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വശങ്ങൾ കറക്റ്റാക്കി ആദ്യം വയ്ക്കുക. എന്നിട്ട് അതിനെ തമ്മിൽ നല്ല വശവും ഒരേപോലെ വരുന്ന രീതിയിൽ, നല്ല വശം അകത്ത് പോകണം കേട്ടോ. തയ്യൽ ഉള്ള ഭാഗം പുറത്ത് വരണം. എന്നിട്ട് നമുക്കിതിൻ്റെ ഇതിനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഒരു 6 ഇഞ്ച് നീളത്തിലുള്ളൊരു ഇലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അതേപോലത്തെ 2 ഇലാസ്റ്റിക് ഉണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇതേപോലെ നമുക്കൊന്ന് വയ്ക്കാം. നമ്മൾ ആ ഇലാസ്റ്റിക് വയ്ക്കുമ്പോൾ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക് 2 സൈഡിലും ഒരേ അളവിൽ 2 സൈഡിലും വരണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വെച്ച് തയ്ക്കാൻ പറ്റുന്നില്ല, ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് അടുത്ത പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇലാസ്റ്റിക് വരുന്ന ഭാഗത്ത് കെട്ടിയിടണേ. എന്നിട്ട് നമുക്കിവിടെ ഒരു ഹോൾ ഇടണം, നമുക്ക് തിരിച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോൾ ഇടുക. അതിനുശേഷം ഇതുണ്ടോ ഇതേപോലെ ആ മാർക്കിങ് കൊണ്ട് ഇലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് ഇപ്പറേ മാറ്റിയിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇനിയിപ്പോൾ ഇങ്ങനെ പറ്റുമല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുണ്ടോ ഇതേപോലെ നമ്മൾ ഇലാസ്റ്റിക് 4 ഇഞ്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പീസിൽ നല്ല വശത്ത് കേട്ടോ, ഒരു പീസിൽ നമ്മളിതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നല്ല വശത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം ഇതുണ്ടോ അടുത്ത പീസ് ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ നമുക്കൊട്ടും മാറിപ്പോകില്ല. നമുക്ക് മുമ്പേ കാണിച്ച രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ടു. നമുക്കതിനെ തിരിച്ചെടുക്കാനായിട്ട് ഇത്ര ഒരു ഗ്യാപ്പ് ഇടുക. എന്നിട്ട് അവിടെ വരെ ഒന്ന് കെട്ടിയിട്ട് നിർത്തുക. എന്നിട്ട് സൂചി ഒന്ന് പൊക്കിയിട്ട് വലിച്ചെടുത്തിട്ട് വീണ്ടും ഇപ്പുറ സൈഡിൽ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി കണ്ടോ, ഇനി നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫോട്ടൊന്ന് ഉയർത്തിയിട്ട് പതിയെ ഇതേപോലെ തുണിയൊന്ന് തിരിച്ച് വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഭാഗം കറക്റ്റായിട്ടൊന്ന് പിടിക്കുക. വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഈ ഒരു ഭാഗം ഇതേപോലെ സൂചിയൊന്ന് കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കുക. ഡബിൾ ഇലാസ്റ്റിക് 2ആയിട്ടൊന്ന് മടക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കാണിച്ചുള്ള 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിനെ ആ മാർക്കിങ്ങിലേക്ക് കറക്റ്റ് വയ്ക്കുക. ഈ ഒരു സൈഡും വയ്ക്കുക. ഉണ്ടോ, തുണി അതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചു പോരുക. നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വേണ്ട, ഒരു സൈഡ് മതിയേ. അപ്പോൾ നമ്മളിതേപോലെ വയ്ക്കുക. സൂചിയൊന്ന് പതിയെ കുത്തി നിർത്തി തുണിയൊന്ന് പ്രഷർ ഫുട്ട് ചേർത്തതിന് ശേഷം തുണിയൊന്ന് തിരിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ സൈഡ് ഇതുണ്ട്, ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഭാഗമില്ല, അത് നമ്മൾ കറക്റ്റായിട്ട് ഒന്നിച്ച് ചേർത്ത് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമേ. അപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗത്തെ നൂല് നമ്മളൊന്ന് കട്ട് ചെയ്യണേ കേട്ടോ. എന്നിട്ട് ഇവിടെ ക്ലോസ് ആയിട്ടുള്ള ഭാഗവും ഇവിടുത്തെ നൂല് നല്ല രീതിയിൽ നമ്മൾ ആ 2 നൂല് വരും, അത് രണ്ടും കട്ട് ചെയ്യണേ. എന്നിട്ട് നമുക്ക് ഈ ഭാഗമെല്ലാം ചെറുതായിട്ട് നൂല് കട്ടായി പോകാത്ത രീതിയിൽ ചെറിയ കട്ട് വെച്ച് കൊടുക്കാവേ. നമുക്ക് തിരിച്ചിടുമ്പോൾ ചുളിവൊന്നും ഇല്ലാണ്ടിരിക്കാനാണേ. നമ്മൾ തയ്ച്ച സ്റ്റിച്ച് കട്ടായി പോകരുത് കേട്ടോ. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതുണ്ട് ഈ ഒരു ഭാഗവും പിടിക്കുക, ഈ ഒരു ഭാഗവും പിടിക്കുക. എന്നിട്ട് നമ്മളുടെ ഈ വിരലും കൊണ്ട് ഇതേപോലെ നമുക്ക് ഹോളിക്കടി ഇത് ഇങ്ങനെ കടർത്തിയെടുക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചിടുക. കണ്ടില്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാസ്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്നാ ഈ കോണുകളൊക്കെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് കറക്റ്റ് ഒത്തിരി അങ്ങോട്ട് നമ്മൾ കുത്തി അങ്ങനെ എടുക്കരുത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് വിട്ടു പോകും. പതിയെ ഒന്ന് കുത്തി നമ്മുടെ കോണൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് നമുക്ക് ഈ 2 സൈഡ് ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പുറമേ ഒന്നും സ്റ്റിച്ച് വരികയില്ല. നല്ല ഫിനിഷിങ്ങിലായിരിക്കും നമ്മുടെ മാസ്ക് ഇരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ മാസ്ക് ഇതേപോലെ നിങ്ങളെല്ലാവരും സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. നമുക്ക് ഏത് ഡ്രസ്സിനാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതിനൊക്കെ നമുക്കിത് നമ്മളുടെ ആ ഒരു കളർ തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണേ. ഇതേപോലെ ചെയ്ത് അവിടെ എല്ലാം കറക്റ്റായിട്ട് വരും. കണ്ടില്ല, നമുക്ക് അടിപൊളി മാസ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.